ലല്ലല്ലാ ലാ 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 ലല്ലല്ലാ. ഞാൻ വീണ്ടും വന്നിക്കണം ഭയങ്കര അടുത്തൊരു വീഡിയോ ആയിട്ട്. ഇത് നമ്മുടെ 9ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മറ്റേ ഇതൊക്കെ ആയിരിക്കും, എൻട്രപ്പേൾ കളക്ഷനൊക്കെ ആയിരിക്കും. നമ്മുടെ കയ്യിൽ ഒറ്റ എൻട്രപ്പേളും ഇല്ല. ബ്ലേസ് റോഡൊക്കെ ഇഷ്ടംമാരിയുണ്ട്, എന്നിട്ട് ഒറ്റ എമറാൾഡില്ല, അല്ല ഇതില്ല. അപ്പോൾ അത് നമ്മൾ ട്രേഡ് ചെയ്ത് വെക്കാനാണ്. ഇത് നമ്മുടെ അടുത്ത് റാപ്പിഡ് ഫോറസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അത് ഇപ്പം എന്തായാലും തരാൻ എന്താക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ട്രേഡിൽ തന്നെ നമുക്ക് കിട്ടി, അത് നൈസാണ്. അത് എല്ലാവർക്കും കിട്ടണമെന്നൊന്നുമില്ല, അങ്ങനെ വേറെ വല്ലതായിരിക്കും അങ്ങനെ കിട്ടുന്നുണ്ടാവുക. എന്തായാലും ഞാൻ ഇവിടെ കുറേ സ്ട്രിങ് ഫാർമില്ലേ നമ്മളെ, അതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഫെയിൽഡ് ആയിട്ടുണ്ട്. കണ്ടോ, 3 സ്ട്രിങ് ഫാർം ഉണ്ടാക്കി, എല്ലാം ഫെയിലായി. അത് ഉണ്ടാവാനുള്ള കാരണം ഞാൻ കളിക്കേണ്ടത് ജാവയാണ്. ജാവയിലത്തെ ഫോർമുല ഞാൻ ഉണ്ടാക്കിയത്, അതും ബെഡ്റോക്കിൽ. ഈ ഐറ്റംസ് ഒക്കെ ഒന്ന് അപ്പോൾ ഞാൻ വെക്കട്ടെ. ഞാൻ ഈ മൈൻ ഷാഫ്റ്റിക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ കുറച്ച് ഇതൊക്കെ കളക്ട് ചെയ്യാൻ, സ്ട്രിങ് കളക്ട് ചെയ്യാൻ. അപ്പോൾ എനിക്കൊരു 1.5 സ്റ്റാക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നര സ്റ്റാക്ക് തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. സ്ട്രിങ് കിട്ടിയിട്ടുണ്ട്. ഇവനായിട്ട് ട്രേഡ് ചെയ്യാനാണ്, അത് നിങ്ങൾക്ക് അറിയാലോ. സ്ട്രിങ് ട്യൂബർ അടിപൊളി സംഭവമാണ്. അത് അൺലിമിറ്റഡ് സ്ട്രിങ് കിട്ടും, പക്ഷെ അത് ജാവയിലാണ്, ബെഡ്റോക്കിലില്ല. അൺഫോർച്ചുനേറ്റ്ലി പോക്കറ്റ് എഡീഷനിൽ ജാവ മറ്റേ ലോഞ്ചർ വെച്ച് കളിക്കാൻ പറ്റും. അതിലേക്ക് ട്രേഡ് ചെയ്ത് കുറേ എമറാൾഡായിട്ടുണ്ട്. അയ്യോ, ഞാൻ റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് റീസ്റ്റോക്ക് ചെയ്യാനായിരുന്നു. അതായത് 2-3 പേപ്പറിനാകട്ടെ കുറേ ഇതും കിട്ടിയിട്ടുണ്ട്. ഷുഗർ കെയിന് ഞാൻ ഫാർം ചെയ്തിട്ടുണ്ടായിരുന്നു, ഷുഗർ കെയിൻ കുറേ. എന്നാണ് എനിക്ക് ഇത്രയ്ക്ക്. ഞാൻ ആദ്യം ഒരു ഇത് കാണിച്ചില്ലേ, എൻ്റെ ആ സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് കുറേ ബോൺ മീലൊക്കെ വേണ്ടുന്നു, അതിനത്ര പോണ്ടെന്നു. ഇനി ഇതൊക്കെ എടുത്ത് വിൽക്കണം. മറ്റേ പിന്നെ ലൈബ്രറി തന്നെയും വെച്ചിട്ടുണ്ട്. എമറാൾഡാണ് മുഖ്യം. എമറാൾഡ് കുറേ ഉണ്ടെങ്കിലേ നമുക്ക് മറ്റേ എൻട്രപ്പേൾ കിട്ടുള്ളൂ. 5 ഇതാണ് ഒരു എൻട്രപ്പേളിന്. ഇങ്ങനെ പോയാലൊരു 15 എണ്ണത്തിന് 15x5 കണക്കിൽ ഞാൻ വീക്കാണ്. എന്തായാലും നമുക്കൊരു കുറേ വേണം, 1 സ്റ്റാക്കൊക്കെ വേണം എമറാൾഡ്. അപ്പം എനിക്ക് അത്യാവശ്യത്തിന് 7 എണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യത്തിനല്ല, ഭയങ്കര കുറവാണ്, ഒരെണ്ണം പിടിക്കാൻ പറ്റുള്ളൂ. 3 എണ്ണം അല്ല, ഇത് മേടിക്കാനേ പറ്റില്ല, ഞാൻ അൺലോക്ക് ചെയ്തിട്ടില്ല. ഓ ഷിറ്റ്, അൺലോക്കും ചെയ്തിട്ട് വരുമ്പോഴേക്കും നാളെ ആവും. അപ്പം എൻ്റെ പ്ലാൻ ബി ആണിത്. ഞാൻ ഇവിടെ വേറെ കുറേ ക്ലാസ്സുകളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ട്രേഡ് എന്തായാലും ഉണ്ടാക്കില്ല. അപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ട്. സാൻഡ് ചെയ്യാൻ കുറേ ദൂരം പോയി, ഇവിടുന്ന് ഒരു ഐലൻഡൊക്കെ പോയിട്ടാണ് ഞാൻ അടുത്ത്. കുറേ ദൂരം പോണ്ടെന്നു. ഒരു 2-3 സ്റ്റാക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അതന്നെ മതിയാവും. എൻ്റെ ബുദ്ധി നിങ്ങൾ കണ്ടോ, IQ ലെവൽ എന്നല്ല. ഇതാണ് അടിപൊളി ട്രേഡ് എന്ന് എനിക്ക് തോന്നണേ. കണ്ടോ, ഇവൻ്റെ കണ്ടോ 9 ഇതിനെ കുപ്പിക്ക് ഇത് എന്നുവെച്ചാൽ ഇത്ര 6 സാൻഡ് ഒരു എമറാൾഡ്. ഓ, അത് ആക്ച്വലി നല്ല തന്നെയാണ്. 3 സ്റ്റാക്ക് കൊണ്ടുവന്ന് എനിക്ക് എന്നാലും ഒരു 2 എണ്ണം കൂടി കിട്ടിയിട്ടുണ്ട്, അത് വേറെ കൊണ്ട്. ഓ, അപ്പോൾ ഇത് നല്ലതാണല്ലോ. ഓക്കെ, വീണ്ടും കുറേ സ്മെൽറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന് ഇത്ര കിട്ടും. ഓ, ഇത് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഈ പരിപാടി ആദ്യം ചെയ്തായിരുന്നു. ഓ, ട്രേഡ് അൺലോക്ക് ആയില്ല. ശരിയാ, സോറി. ഇതൊക്കെ എനിക്ക് മേടിക്കാം, പക്ഷേ ട്രേഡ് അൺലോക്ക് ചെയ്യാൻ മാത്രമേ അത് മേടിക്കേണ്ട ആവശ്യമുള്ളൂ. എനിക്ക് ഇവിടെ കുട്ടിയായി. യെസ്, ഇതെൻ്റെ ബ്രീഡർ. ഓ, അടുത്ത കുട്ടിയാൻ മുന്നേ വരാം. നമ്മൾ 2 മിനിറ്റ് മാറിയതല്ല, അപ്പഴേക്കും നോക്കി ഇത് വീണ്ടും അവിടെ എന്തൊക്കെ കാട്ടുന്നവര്. ബെഡ് കിടക്കി കൊണ്ടുവയ്ക്കേണ്ട താമസാളൂ. ഫുഡ് പോലും ആദ്യം കൊടുത്തിട്ടില്ല. എഫിഷ്യന്റ് ബ്രീഡറാണ് ഫസ്റ്റ് തന്നെ 4 എന്തായാലും മേലെ കറക്റ്റ്. ഓ, ഇങ്ങനെ പോയ കുറേ മറകളുടെ കിട്ടില്ലോ. അപ്പൊ തന്നെ അത്യാവശ്യം കിട്ടി. മറ്റേ ഇവൻ ചെറുതിനൊക്കെ വലുതായി പാവന്മാരുടെ കൂടെ ഒക്കെ ട്രൈഡ് ചെയ്തു.
അപ്പം ഇനി അടുത്ത ഇതും കൂടി നോക്കാം, ട്രേഡിങ്ങിൻ്റെ. അല്ല, അടുത്ത കുട്ടികളും കൂടി വലുതായി നോക്കാം. ഓ 4 ബുക്ക് ഉണ്ടെന്ന്, അത് അവൻ്റെ കൂടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. മറ്റവന് അതെ അവിടെ ഉണ്ട്. അവൻ്റെ കൂടെ ഞാൻ ട്രേഡ് ചെയ്ത് ഒരുത്തം വലുതായിപ്പോൾ അവൻ്റെ കൂടെ ആ സ്ട്രിങ് ഞാൻ ട്രേഡ് ചെയ്തു. പിന്നെ ഇതാണ് ഞാൻ ഇപ്പോൾ ഒരു ഷുഗർ കേൻ ഫാർം ഉണ്ടാക്കിയത്. ഇത് നമ്മളെ അടുത്ത് തന്നെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിവിടെ AFK ആവും, ദൂരെ വെച്ച് വെച്ചാൽ പിന്നെ ടോർച്ചും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വില്ലേജറിൻ്റെ അടുത്തൊന്നും മോബ് സ്പോൺ ആവില്ല. എല്ലാം ഒരേ ഇതിൽ തന്നെ നല്ല. അതാണ് എൻ്റെ പ്ലാനിങ് ലെവൽ. മൈൻക്രാഫ്റ്റ് പ്രോ വെറുതെയാണോ? അതിൻ്റെ അകത്തൊക്കെ സ്ട്രിങ് കഴിഞ്ഞാൽ അത് ഇരിക്കുന്നുണ്ട്, കോബൂബ് ഇരിക്കുന്നുണ്ട്. ഇനി ഉണ്ടാക്കാനൊക്കെ പറ്റും. ചാർജ് കഴിഞ്ഞില്ല തേങ്ങ. അപ്പം എൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ പോയിട്ടുണ്ട്. ചാർജൊക്കെ ആയി വരുമ്പോഴേക്കും കുറേ ക്ലിപ്സൊക്കെ പോയി. അതിൻ്റെ ഇടയിൽ എൻ്റെ റെക്കോർഡർ പോയി, വോയിസ് കറക്റ്റായി. എനിക്ക് കുറച്ചധികം എമറാൾഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ആയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ കുറച്ച് വലിയ വന്ന് നോക്കുമ്പോൾ ഇവിടെ 2002 നെറ്റ് വിറ്റ്. ഇതിനൊരു നെട്ടൂറ്റോ അങ്ങനെ എന്തൊക്കെ പറയില്ല ആ സംഭവം. എന്തായാലും കുറച്ച് വുഡും കൂടി ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരുത്തൻ ഫ്ലെക്ചറായി ഉണ്ടോ? ഓക്കെ, ഇനിയൊരു 5 എണ്ണം കൂടി വന്ന് നമുക്ക്. 5 എണ്ണമൊന്നും വേണമെന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ട്. ഇനി കുറച്ചും കൂടി എമറാൾഡ് ഞാൻ ഗ്രൈൻഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ആ ബോയ് എന്തൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തായിരിക്കും നമ്മുടെ ഫൈനൽ വീഡിയോ. അതിൽ ഞാൻ എൻഡർ ഡ്രാഗനെ ബീറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളാണ്. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എൻ്റെ കുറച്ച് കട്ടായി പോയ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു. ശരിക്കും ഇത് 10ാമത്തെ എപ്പിസോഡാണ്. ഞാൻ എൻഷ്യൻ സിറ്റി ഒക്കെ ലൂട്ട് ചെയ്യരുത്. അപ്പോൾ ബൈ.